ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പായസമായിട്ടാണ് കേട്ടോ. അത് പഴവും അവിലൂടെ ചേർത്തുള്ള പായസമാണ്. ഇതാണ് പായസം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഇവിടെ 1 കിലോ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചനീങ്ങൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ലോണം അങ്ങ് പഴുത്തു പോയി. അപ്പം പഴുത്തപ്പോൾ ഇവിടെ നല്ലോണം പഴുത്ത ആർക്കും ഇവിടെ ഇഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് പായസം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 കപ്പ് അവിലും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്താണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം ഞാൻ നല്ല രീതിയിൽ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പം പാത്രം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ ഈ പഴം ഉടച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കണം. ഇത് ആ നെയ്ക്കകത്ത് കിടന്നൊന്ന് വരട്ടിയെടുക്കണം. അപ്പം നെയ്യൊക്കെ പഴത്തിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുത്താണ് ഞാൻ അതുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനത് 150 ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളൂ. കാരണം പഴത്തിന് നല്ല മധുരമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവിലും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അവിലിനകത്തും പഴത്തിനകത്തും ശർക്കര നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 മിനിറ്റ് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ശർക്കര പഴത്തിനകത്തൊക്കെ പിടിച്ചിട്ടുണ്ട്. പഴത്തിനകത്തും അവിലിനകത്തൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന ചവ്വോരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതാകുമ്പോൾ പായസം റെഡി ആകുമ്പോഴത്തേനും ചവ്വോരിയും വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ അതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു 1/2 ലിറ്റർ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചുക്ക് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഏലക്ക ചതച്ചത്. അപ്പം പായസം തിളച്ചിട്ടുണ്ട്. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ പഴവും അവിലും ചേർന്ന പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ. അവിലും പഴവും കൊണ്ടുണ്ടാക്കിയ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇനി ഞാൻ കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സീ യു.